കഞ്ചിക്കോട് മദ്യനിർമ്മാണ പദ്ധതിയിൽ ഒയാസിസ് കമ്പനിക്കെതിരെ വീണ്ടും റവന്യൂ വകുപ്പ് ഭൂപരിഷ്കരണ നിയമത്തിന്റെ പരിധിക്കപ്പുറം ഭൂമി കൈവശം വെച്ചതിന് മിച്ചഭൂമി കേസെടുക്കും. പട്ടയ ആധാര രേഖകൾ വില്ലേജ് ഓഫീസിൽ ഇല്ലെന്ന് വിവരാവകാശ രേഖ പുറത്തുവന്നു. അത് വൻ വിവാദമായി. ഭൂപ്രശ്നമൊക്കെ കമ്പനി നോക്കണമെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. പാലക്കാട് കഞ്ചിക്കോട്ടെ ഒയാസിസ് കമ്പനിയുടെ മദ്യനിർമ്മാണ പദ്ധതിയോടുള്ള CPIയുടെ വിപ്രതിപത്തി വീണ്ടും വെളിവായി. കമ്പനിയുടെ 4 ഏക്കർ ഭൂമി ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കണമെന്ന അപേക്ഷ തള്ളിയതിന് പിന്നാലെ കമ്പനിക്കെതിരെ മിച്ചഭൂമി കേസ് കൂടി എടുക്കാനാണ് റവന്യൂ വകുപ്പിന്റെ നീക്കം. ഭൂപരിഷ്കരണ നിയമപ്രകാരം ഒരു കമ്പനിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ അളവ് 15 ഏക്കറാണ്. എന്നാൽ ഒയാസിസ് കമ്പനി 9 ആധാരങ്ങളിലായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 23.9 ഏക്കർ ഭൂമിയാണ്. ഇതോടെയാണ് കമ്പനിക്കെതിരെ മിച്ചഭൂമി കേസെടുക്കാനുള്ള റവന്യൂ വകുപ്പ് തീരുമാനം. ഇത് സംബന്ധിച്ച നിർദ്ദേശം താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാൻ നൽകിയിട്ടുണ്ട്. എന്നാൽ കേസെടുക്കുന്നതിനെക്കുറിച്ച് അറിയില്ലെന്ന് എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. നിബന്ധനകൾക്ക് വിധേയമായി പ്രാരംഭ അനുമതിയാണ് ഒയാസിസിന് എക്സൈസ് വകുപ്പ് നൽകിയതെന്നും മന്ത്രി പറഞ്ഞൊഴിഞ്ഞു. എനിക്ക് കേസിന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അക്കാര്യങ്ങളെല്ലാം അതുകൊണ്ടാണ് ഒയാസിസിന് കൊടുത്ത അനുമതി എന്തായിരുന്നു, വളരെ വ്യക്തമായിട്ടുള്ള അനുമതിയായിരുന്നു. പ്രാരംഭാനുമതി മാത്രമാണ് എക്സൈസ് വകുപ്പ് ക്യാബിനറ്റ് തീരുമാനത്തിലൂടെ നൽകിയിട്ടുള്ളത്. ഇതിനിടെ ഒയാസിസ് കമ്പനിയുടെ ഭൂരേഖകൾ വില്ലേജ് ഓഫീസിൽ നിന്ന് കാണാതായി. ആധാരമോ പട്ടയരേഖയോ ഓഫീസിൽ ഇല്ലെന്നാണ് വിവരാവകാശ മറുപടിയിൽ പറയുന്നത്. ഭൂമി വാങ്ങിക്കൂട്ടിയതിന്റെ രേഖകളാണ് ഓഫീസിൽ നിന്ന് അപ്രത്യക്ഷമായത്. ഇക്കാര്യത്തിൽ പ്രത്യേക അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര ആവശ്യപ്പെട്ടു. ആധാരങ്ങളും പട്ടയങ്ങളും ഈ കാര്യത്തിൽ സൂക്ഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് വളരെ ആസൂത്രിതമായി ഇതിൻ്റെ ലംഘനങ്ങൾ കൃത്യമായി നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ കൃത്യമാണ്. ഈ കമ്പനിയെ സഹായിക്കാൻ സർക്കാർ അമിതമായി ഇടപെടുന്നു, നിയമവിരുദ്ധമായി ഇടപെടുന്നു. എൻ്റെ തെളിവാണ് ഈ എലപ്പള്ളി വില്ലേജ് ഓഫീസിലെ രേഖകൾ എന്ന് പറയുന്നത്. ഒയാസിസ് കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അനിൽ അക്കര ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം, തൃശൂർ.